DCB മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഒരു ഗഡുവായ 1600 രൂപ മാത്രം മെയ് മാസത്തിൽ നൽകുവാനുള്ള നടപടി ധനവകുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനം. എന്നാൽ ഡിസംബർ മാസം മുതലുള്ള 6 മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണെങ്കിലും ഇത് നൽകുവാനുള്ള 4500 കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. ക്ഷേമ പെൻഷൻ നൽകുവാൻ പണം വായ്പകളിലൂടെ കണ്ടെത്താൻ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പ എടുത്തിരുന്നു. എന്നാൽ ട്രഷറി പൂട്ടുന്നത് ഒഴിവാക്കുവാനായി സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ഈ പണവും ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ മെയ് മാസത്തിൽ പെൻഷൻ വിതരണത്തിനായി നിലവിൽ ഈ തുക ട്രഷറിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. ട്രഷറി ഇപ്പോൾ ഓവർഡ്രാഫ്റ്റിലായ സാഹചര്യത്തിലാണിത്. സർക്കാർ കടമെടുപ്പിലൂടെയോ നികുതി വരുമാനത്തിലൂടെയോ ട്രഷറിയിൽ പണമെത്തിയാൽ മാത്രമേ പെൻഷൻ കമ്പനിക്ക് പണം തിരികെ കിട്ടുകയും അതുപയോഗിച്ച് പെൻഷൻ വിതരണം നടക്കുകയും ചെയ്യുകയുള്ളൂ. എന്തായാലും ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷനായ 1600 രൂപ മാത്രമേ ഈ മെയ്യിൽ വിതരണമുണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പായിരിക്കുകയാണ്. രണ്ടാമത്തെ അറിയിപ്പ്, സൗജന്യ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്നതാണ്. PM ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയുടെ കാലാവധി 5 വർഷം നീട്ടുവാൻ മോദി സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. ഇത് പ്രകാരം 2024 ജനുവരി 1 മുതൽ 5 വർഷത്തേക്ക് കൂടി പാവപ്പെട്ടവർക്ക് പ്രതിമാസം 5 കിലോഗ്രാം സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. രാജ്യത്തെ 80 കോടി പാവപ്പെട്ടവർക്ക് ഇത്തരത്തിൽ സൗജന്യ ഭക്ഷ്യധാന്യം നൽകുവാൻ 12 ലക്ഷം കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്ക്. രണ്ടാം മോദി സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് PM ഗരീബ് കല്യാൺ അന്ന യോജന. കേരളത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കാണ് ഈ സൗജന്യ റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 5 കിലോ സൗജന്യ റേഷൻ എന്നത് 10 കിലോ സൗജന്യ റേഷനായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ. കഴിഞ്ഞ വർഷം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസ് ഇതേ വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു. അധികാരത്തിലെത്തിയ ഉടൻ സിദ്ധരാമയ്യ സർക്കാർ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ ഈ ഇലക്ഷനിൽ ഏത് മുന്നണി വന്നാലും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് സൗജന്യ റേഷൻ ഉറപ്പായിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ വാർത്ത. മറ്റൊരറിയിപ്പ്, സാംക്രമികേതര രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയുമൊക്കെ പ്രതിരോധിക്കുവാൻ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും വരുത്തേണ്ട പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് ICMR മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഉപ്പും മധുരവും കൊഴുപ്പും കുറയ്ക്കുക, പോഷകസമ്പന്നമായ ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോട്ടീൻ പൗഡർ ഉപയോഗം ഒഴിവാക്കുക തുടങ്ങി മാർഗനിർദ്ദേശങ്ങളാണ് ICMR പുറത്തിറക്കിയത്. ചായയുടെയും കാപ്പിയുടെയും ഉപഭോഗത്തെക്കുറിച്ചും ICMR വ്യക്തമാക്കുന്നുണ്ട്. ഇവ രണ്ടും മിതമായ രീതിയിലാകണമെന്നാണ് ICMR നിർദ്ദേശിക്കുന്നത്. ചായയും കാപ്പിയും ദിവസത്തിൽ 3-4 തവണയൊക്കെ ശീലമാക്കിയിട്ടുള്ള ഇന്ത്യക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഭക്ഷണത്തിന് തൊട്ടു മുൻപോ അത് കഴിഞ്ഞയുടനെയോ ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ചായയിലും കാപ്പിയിലും കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കേന്ദ്ര നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, ഇവയോടുള്ള ആസക്തി വർദ്ധിപ്പിച്ച് അതില്ലാതെ വയ്യുന്ന അവസ്ഥയിലേക്കാക്കുമെന്നും ICMR ഗവേഷകർ പറയുന്നു. എന്നാൽ ചായയും കാപ്പിയും പാടെ ഒഴിവാക്കണമെന്നുമല്ല ICMR പറയുന്നത്. പകരം അവ മിതമായി ഉപയോഗിക്കണമെന്നാണ്. 1 കപ്പ് കാപ്പിയിൽ 80 മുതൽ 120 മില്ലിഗ്രാം വരെ കഫീനുണ്ട്. ഇൻസ്റ്റൻറ്റ് കാപ്പിയിൽ 50 മുതൽ 65 മില്ലിഗ്രാമും ചായയിൽ 30 മുതൽ 65 മില്ലിഗ്രാമുമാണ് ഉള്ളത്. ദിവസവും 300 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ കൂടരുതെന്നതുകൊണ്ട് തന്നെ കാപ്പിയുടെയും ചായയുടെയും ഉപഭോഗം പരിമിതപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്നും ഗവേഷകർ പറയുന്നു. മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപും കഴിഞ്ഞ ശേഷവും ചായയും കാപ്പിയും ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. ഇതിന് കാരണവും വ്യക്തമാക്കുന്നുണ്ട്. ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന ഘടകം ശരീരത്തിൽ ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണത്. അതായത് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഇരുമ്പിൻ്റെ അളവിനെ ആഗിരണം ചെയ്യുന്നത് തടയുവാൻ ടാനിന് കഴിയും. ഇത് ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവിനെ കുറയ്ക്കും.
ഇത് കോശങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുവാനും അനീമിയ പോലുള്ള അവസ്ഥകൾക്കും കാരണമാകും. മാത്രമല്ല, പാലില്ലാതെ ചായ കുടിക്കുന്നതിൻ്റെ മെച്ചവും ICMR വ്യക്തമാക്കുന്നുണ്ട്. ഇത് രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ഉദരാർബുദത്തിനുമുള്ള സാധ്യത കുറയ്ക്കുമെന്നുമാണ് പറയുന്നത്. അതേസമയം കോഫി കുടിക്കുന്നത് കൂടുന്നതിലൂടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ തകരാറുണ്ടാവുകയും ചെയ്യും.